ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്നുള്ളൊരു മൊഡ്യൂൾ ഉണ്ടല്ലേ, അതിലെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ചെയ്ത് നോക്കാം. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനകത്ത് വന്ന ഒരു ചോദ്യമാണ്. നോക്കാം. 18 years ago, a man was 3 times as old as his son. Now, the man is twice as old as his son. The sum of present ages of man and his son. ഒരു മാനും ആൻഡ് ഒരു സണ്ണും തമ്മിലുള്ള ഏജ് റിലേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? 18 years ago, 18 വർഷം മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു മാനുണ്ട്, അതേപോലെ സണ്ണും ഉണ്ട്. എപ്പോഴത്തെ കാര്യമാണ്? 18 years എഗോയിലെ കാര്യം പറയുവാണ്. എന്താ? സണ്ണിന്റെ ഏജിനെക്കാട്ടിൽ 3 ഇരട്ടി കൂടുതലാണ് ഫാദറിന്റെ ഏജ് അല്ലെ. സോ സണ്ണിന്റെ ഏജ് ഞാൻ എക്സ് ആണ് എന്ന് അസ്യൂം ചെയ്താൽ ഫാദറിന്റെ ഏജ് എന്തായിരിക്കും? 3x ആയിരിക്കും. എപ്പോഴാ? 18 വർഷം മുന്നേ. അങ്ങനാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോലെ, അങ്ങനെയാണെങ്കിൽ 18 വർഷം മുന്നേ ഉള്ള ഏജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസന്റ് ഏജ് എന്താ? ഇപ്പൊ ഞാൻ പറയുക 5 വർഷം മുന്നേ എൻ്റെ ഏജ് 25 ആണെങ്കിൽ ഇപ്പോൾ എത്ര ആയിരിക്കും? 25 + 5 ചെയ്താൽ മതി അല്ലെ. അതേപോലെ 18 വർഷം മുന്നേ മാനിന്റെ ഏജ് 3x ആണെങ്കിൽ പ്രസന്റ് ഏജ് എന്തായിരിക്കും? 3x + 18. സണ്ണിന്റെ പ്രസന്റേജ് എന്തായിരിക്കും? x + 18. അപ്പൊ പ്രസന്റിലുള്ള രണ്ടുപേരുടെ ഏജ് എക്സിൽ നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് നൗ, അതായത് പ്രസന്റ്, ദ മാൻ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. മാന്റെ വയസ്സ് സണ്ണിന്റെ ട്വൈസ് ആണെന്ന്. അപ്പോൾ ഒരു റിലേഷൻ കിട്ടിയില്ലേ? നമുക്ക് സോൾവ് ചെയ്തുകൂടായോ? അതായത് മാൻ 3x + 18 എന്ന് പറയുന്നത് 2 times ഏജ് ഓഫ് സൺ ആണെന്ന്. സോൾവ് ചെയ്താൽ പോരായോ? 3x + 18 = 2x + 2 × 18 36. സോൾവ് ചെയ്യാം. 3x - 2x, x will be equal to 36 - 18. ദാറ്റ് ഈസ് x എന്ന് പറയുന്നത് 18 കിട്ടി. ഓക്കെ, 18 കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയത് നമുക്ക് വേണ്ടത് പ്രസന്റേജ് ഓഫ് മാൻ ആൻഡ് ഹിസ് സൺ ആണ് അല്ലെ. സോ ഇവിടെ ചെയ്തേ, മാനിന്റെ പ്രസന്റേജ് എന്താണ്? 3 × 18 + 18 24. 54 + 18 72. പ്രസന്റേജ് ഓഫ് മാൻ 72 ആണ്. ഇനി പ്രസന്റേജ് ഓഫ് സണ്ണോ? 18 + 18 36. ഇനി നമുക്ക് വേണ്ടത് അവരുടെ സമ്മാണ്. ഓക്കെ, ദാറ്റ് ഈസ് 72 + 36. ദാറ്റ് ഈസ് 108. ഓപ്ഷൻ ഡി 108. ക്ലിയർ അല്ലേ? ഇപ്പോൾ 18 വർഷം മുന്നത്തെ കാര്യം പറഞ്ഞു, അതിൽ നിന്ന് നമ്മൾ പ്രസന്റേജ് കണ്ടുപിടിച്ചു. പ്രസന്റേജിന്റെ റിലേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സ് കിട്ടി. എക്സ് കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും നോക്കണം, എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അത് നോക്കണം. പ്രസന്റേജ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രസന്റേജ് 3x + 18 x + 18 ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഏജ് ഓഫ് എ ഫാദർ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ എൽഡർ സൺ. 10 years hence, the age of father will be 3 times that of the younger son. If the difference of the age of two sons is 15 years, the age of the father. എന്താണ്? ഏജ് ഓഫ് ഫാദർ ട്വൈസ് ദാറ്റ് ഓഫ് എൽഡർ. ഒരു എൽഡർ സണ്ണിനെക്കാട്ടിൽ, അതായത് അച്ഛൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ആണ്. അയാളുടെ എൽഡർ സണ്ണിൻ്റെ വയസ്സിൻ്റെ ട്വൈസ് ആണ്. ഇനി 10 years hence, ഹെൻസ് എന്ന് വെച്ചാൽ ആഫ്റ്റർ. 10 years ആഫ്റ്റർ, 10 വർഷം കഴിയുമ്പം ഏജ് ഓഫ് ഫാദർ വിൽ ബി 3 times that of younger son. യങ്ങർ സണ്ണിനെക്കാട്ടിൽ 3 ഇരട്ടിയാണ്. ഇഫ് ദ ഡിഫറൻസ് ഓഫ് ഏജസ് ഓഫ് 2 sons is 15. ആ എൽഡർ സണ്ണും യങ്ങർ സണ്ണും തമ്മിലുള്ള വ്യത്യാസം 15 years ആണ് എങ്കിൽ ഏജ് ഓഫ് ദ ഫാദർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫാദർ ഉണ്ട്, എൽഡർ സണ്ണുണ്ട്, യങ്ങർ സണ്ണുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് പറഞ്ഞ ഏജ് ഓഫ് ഫാദർ ട്വൈസ് ദാറ്റ് ഓഫ് എൽഡർ സൺ. എൽഡർ സണ്ണിൻ്റെ വയസ്സ് എക്സ് ആണെങ്കിൽ ഫാദറിൻ്റെ വയസ്സ് 2x ആയിരിക്കും. അതേപോലെ എൽഡറും യങ്ങറും തമ്മിലുള്ള റിലേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 15 years ആണ്. അതായത് എൽഡറിന് എക്സ് ആണെങ്കിൽ യങ്ങർ അത്ര ആയിരിക്കും? എക്സിൽ നിന്ന് 15 കുറയ്ക്കുന്നതായിരിക്കും യങ്ങർ അല്ലെ. അതായത് അവർ തമ്മിലുള്ള ഡിഫറൻസ് 15 ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം എൽഡർ എക്സ് ആണെങ്കിൽ യങ്ങർ അത്ര? x - 15 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രസന്റിലെ വയസ്സ് നമുക്ക് അവരുടെ 3 പേരുടെയും എക്സിൽ കിട്ടി. ഇനി 10 years ആഫ്റ്റർ, 10 വർഷത്തിന് ശേഷമുള്ള റിലേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 10 വയസ്സത്തിന് ശേഷമുള്ള ഇവരുടെ എക്സിൽ നമുക്കൊന്ന് വയസ്സ് കണ്ടുപിടിക്കാം. പ്രസന്റ് 2x ആണെങ്കിൽ ആഫ്റ്റർ 10 years എന്ത് വരും?
2x പ്ലസ് 10 വരും. ഇവിടെ എൽഡറിൻ്റെ ആണെങ്കിൽ x പ്ലസ് 10 വരും. ഇനി ഇവിടെ ആണെങ്കിലോ x മൈനസ് 15 പ്ലസ് 10 ദറ്റ് ഈസ് x മൈനസ് 5 എന്ന് വരും അല്ലേ, x മൈനസ് 5. ക്ലിയർ അല്ലേ? അങ്ങനെ 3 പേരുടെയും വയസ്സ് കിട്ടി. ഇനി എന്താ പറയുന്ന റിലേഷൻ? ഫാദർ ഏജ് വിൽ ബി 3 times യങ്ങർ 1. ഫാദറിന്റെ വയസ്സ് 3 ഇരട്ടിയാണ്, യങ്ങറിന്റെ 3 ഇരട്ടിയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇടാം. ഫാദറിന്റെ വയസ്സ് എത്രയാണ്? 2x പ്ലസ് 10. 2x പ്ലസ് 10 ഈക്വൽ ടു 3 ഇൻറ്റു യങ്ങർ എത്രയാണ്? x മൈനസ് 5. ഓക്കെ, x മൈനസ് 5. ഇത് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. 2x പ്ലസ് 10 വിൽ ബി ഈക്വൽ ടു 3x മൈനസ് 15. ഇനി 3x, ഈ 2x ഇവിടെ വന്നാൽ 2x ആയി, മൈനസ് 2x ആയി. ഈ 15 ഇപ്പുറത്ത് വന്നാൽ 10 പ്ലസ് 15 ദറ്റ് ഈസ് x വിൽ ബി ഈക്വൽ ടു 25. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് 25 എന്ന് കിട്ടി. ഇനി ചോദ്യം എന്താണെന്ന് നോക്കിയേ. ഫൈൻഡ് ദ ഏജ് ഓഫ് ദ ഫാദർ ഈസ് അല്ലേ, അതായത് പ്രസന്റ് ഏജ്. ഫാദർ ഈസ് അല്ലേ, പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ആണ് ചോദിക്കുന്നത്. പ്രസന്റ് ഏജ് ഓഫ് ഫാദർ 2x ആണ് അല്ലേ. സോ ഫാദർ 2 into 25 that is 50 years. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി 50. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person lent a certain sum of money at 4% simple interest and in 8 years the interest amounted to 340 less than the sum lent. Find the sum. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്തുള്ളതാണ് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിൽ ഇക്വേഷൻ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് I is equal to PNR percentage. പ്രിൻസിപ്പിൾ P പ്രിൻസിപ്പിൾ, N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് പെർസെന്റ് അല്ലേ, റേറ്റ് പെർസെന്റ് പെർ ആനം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. I is equal to ഈ R പെർസെന്റിന്റെ R/100 കൂടെ കൊടുത്താൽ I is equal to PNR/100. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? I is equal to P പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സമ്മ്, ഒരു തുക, ഏത് തുക എന്താണോ നമ്മൾ ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ലോൺ എടുക്കുന്നത് എന്നൊക്കെ പറയത്തില്ല, അതാണ് പ്രിൻസിപ്പിൾ. N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് പെർസെന്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താ? ഒരാൾ ഏതോ ഒരു തുക, അത് അറിയത്തില്ല, അതാ കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ നമുക്ക് P എന്ന് അസ്യൂം ചെയ്യാം. 4% പലിശയിൽ 8 വർഷത്തേക്ക് ഇട്ടപ്പം കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സമ്മിനെക്കാട്ടിലും, അതായത് പ്രിൻസിപ്പിളിനെക്കാട്ടിലും 340 കുറവാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന ഇക്വേഷൻ എഴുതി. I is equal to P ഇൻറ്റു N എത്രയാണ്? 8. 8 ഇൻറ്റു R എത്രയാണ്? 4/100. അതായത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 32p/100 എന്ന് കിട്ടി അല്ലേ. ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞാൽ പ്രിൻസിപ്പിളിനെക്കാട്ടിൽ 340 കുറവാണ് എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 340 ആണ് അല്ലേ. അതായത് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ മൈനസ് 340. ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ പോരായോ? ഇൻട്രസ്റ്റ് എന്താ? 32p/100 ഈക്വൽ ടു P മൈനസ് 340. നമുക്ക് സോൾവ് ചെയ്യാം. ദറ്റ് ഈസ് P മൈനസ് 32p/100 ഈക്വൽ ടു 340. ഇത് സോൾവ് ചെയ്താൽ 100p മൈനസ് 32p/100 അല്ലേ. ക്രോസ് ചെയ്തു. 100 ഇൻറ്റു P മൈനസ് 1 ഇൻറ്റു 32p. ഓക്കെ, ഈക്വൽ ടു 340. സോൾവ് ചെയ്തേ. 100 മൈനസ് 32 68p ഈക്വൽ ടു 340 ഇൻറ്റു 100. That is P will be equal to 340 into 100/68. Okay, 68 into 5 ആണ്. That is principal equal to എന്ത് കിട്ടും? 500 എന്ന് കിട്ടും. ഓപ്ഷൻ സി 500. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. പിന്നെ അവർ പറഞ്ഞു അതേപോലെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിത് ഇൻട്രസ്റ്റ്, ഇപ്പോൾ നമ്മളൊരു 1 lakh rupees ലോൺ എടുത്തു അല്ലേ. നമ്മൾക്ക് 1 lakh rupees ഇപ്പോൾ ഒരു 10% പലിശയിൽ 2 വർഷത്തേക്ക് നമ്മൾ ലോൺ എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് ഈ കണ്ടുപിടിച്ചത്. I is equal to PNR. നമ്മൾ ശരിക്കും എന്താ തിരിച്ചടയ്ക്കേണ്ട? ഇൻട്രസ്റ്റ് മാത്രമാണോ? അല്ല, പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും അല്ലേ, മുതലും പലിശയും. അതിന് എമൗണ്ട് എന്ന് പറയും. ഫൈനൽ എമൗണ്ട് A ഈക്വൽ ടു P പ്ലസ് I. പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷനാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A lent ₹5,000 to B for 2 years and ₹3,000 to C for 4 years on simple interest at the same rate of interest and received ₹2,200 in all from both of them as interest. Find the rate of interest per annum. ഒരാൾ 5,000 rupees A Bക്ക് കൊടുത്തു for 2 years. അതുപോലെ തന്നെ A 3,000 rupees Cക്ക് കൊടുത്തു 4 years.
സെയിം റേറ്റ്, രണ്ടുപേർക്കും കൊടുത്ത ഒരേ റേറ്റിലാണ്. രണ്ട് പേരുടെ അടുത്തൊന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് കൂട്ടിയാൽ 2200 ആണ് എങ്കിൽ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ്? എ ബിക്ക് കൊടുത്തു. അപ്പോൾ ബിയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താണ്? 5000 ഇൻറ്റു 2 ഇൻറ്റു റേറ്റ് നമുക്ക് 6 എന്ന് കൊടുക്കാമേ, R/100. ഇത് ബി തരുന്ന ഇൻട്രസ്റ്റ്. ഇനി അതേപോലെ സി തരുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 3000 ഇൻറ്റു എത്ര വർഷത്തേക്കാ? 4 years. 4 ഇൻറ്റു R/100 അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 2200. സോൾവ് ചെയ്താൽ പോരായോ? ഇത് സോൾവ് ചെയ്താൽ 6 കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സീറോസ് കട്ട് ചെയ്താൽ എന്ത് വരും? 100R പ്ലസ് 120R ഈക്വൽ ടു 2200. That is 220R equal to 2200. That is R will be equal to 2200 by 220. That is 10%. Clear alle? Option D, 10%. Next question. If the simple interest on a certain principal amount at 5% per annum for 5 years is rupees 900 more than the simple interest on the same principal amount for 4 years at 4% per annum, then find the principal amount. എന്താണ്? ഒരാൾ ഏതോ ഒരു പ്രിൻസിപ്പിളിന് 5% പലിശയിൽ 5 വർഷത്തേക്ക് ഇട്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 900 മോർ ആണ്. എന്ത്? അതേ പ്രിൻസിപ്പിള് 4 വർഷത്തേക്കും 4% പലിശയിലും ഇട്ടത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറയാം. അപ്പൊ പി ഫസ്റ്റ് ആ ഒരു ഇട്ട ഇൻട്രസ്റ്റ് എത്രയാണ്? പി ഇൻറ്റു 5 ഇൻറ്റു 5/100 അല്ലേ? ഇതാണ് ഫസ്റ്റ് കിട്ടിയത് ഇൻട്രസ്റ്റ് 1. ഈ ഇൻട്രസ്റ്റ് 1 എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻട്രസ്റ്റിനെക്കാട്ടിൽ എന്താണ്? 900 മോർ ആണെന്ന്. ദാറ്റ് ഈസ് 900 പ്ലസ് ഇൻട്രസ്റ്റ് 2 ആണെന്ന് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ഈക്വൽ ടു 900 പ്ലസ് ഇവിടെ നമുക്ക് എഴുതാം അതേ പി തന്നെയാണ്, പി ഇൻറ്റു 4 ഇൻറ്റു 4/100. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്താൽ പോരായോ? ഓക്കെ, ഇവിടെ നമുക്ക് 25p/100 മൈനസ് ഇവിടെ വരുമ്പം അല്ലെങ്കിൽ ഈക്വൽ ടു 900 പ്ലസ് 16p/100. ഓക്കെ, സോൾവ് ചെയ്താൽ 25p/100 മൈനസ് 16p/100 ഈക്വൽ ടു 900. 25 മൈനസ് 16 9. 9p/100 equal to 900. This p will be equal to 900 cross multiply into 100/9. എന്ത് വരും? 10,000 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വായിക്കുക. ചില കേസിൽ ചിലപ്പോൾ ഈക്വൽ ആണെന്ന് പറയാറുണ്ട്, ചില കേസിൽ എന്താ ഇൻ കേസ് നേരത്തെ പറഞ്ഞു ആ രണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടെ സം ഇന്നതാണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഓരോന്ന് എന്താണോ പറയുന്നത് അത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A trader marks his goods at 40% above the cost price and allows a discount of 25%. What is his gain percentage? Profit and loss എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതാണ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടേംസ് എന്തൊക്കെയാണ്? നമുക്ക് ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ട്, അതേപോലെ സെല്ലിംഗ് പ്രൈസ് വരുന്നുണ്ട് അല്ലേ? ഒരു സാധനം മേടിക്കുന്ന വില, അത് വിൽക്കുന്ന വില. ഇനി സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിൽ അവിടെ അത് പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇനി കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതലെങ്കിൽ, അതായത് സെല്ലിംഗ് പ്രൈസിനെക്കാട്ടിൽ കോസ്റ്റ് പ്രൈസ് കൂടി നിന്നാൽ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ നമുക്കെന്ത് പറയാം? അവിടെ ലോസ് ആണെന്ന് പറയാം അല്ലേ? ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണെന്ന് അല്ലേ? ഇനി ഇതിന്റെ പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാ? പ്രോഫിറ്റ് പെർസെൻറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് എടുക്കുക ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലെ? ബേസിൽ വരുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. ഇത് പഠിച്ചു വെച്ചേക്കണം. പ്രോഫിറ്റ് പെർസെന്റ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇനി ലോസ് പെർസെൻറ്റേജ് ആണെങ്കിലോ എന്തെടുക്കണം? ലോസ് അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ ആണോ? ലോസ് പെർസെൻറ്റേജ് ആണെങ്കിലും പ്രോഫിറ്റ് പെർസെന്റ് ആണെങ്കിലും ബേസ് എന്താ വരുന്നത്? കോസ്റ്റ് പ്രൈസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മൾ അറിയേണ്ടതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ കാര്യം. എന്താ ഡിസ്കൗണ്ട്? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 100 rupees വിലയുള്ള ഒരു സാധനം
അയാൾ 105 അല്ലെങ്കിൽ 110 രൂപ അത് വില കൂട്ടിയിട്ടു. 100 രൂപ വിലയുള്ള ഒരു പേന അയാൾ 110 രൂപയായിട്ട് വില കൂട്ടിയിട്ടു. പിന്നെ എന്ത് ചെയ്തു? എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ആ വിലയ്ക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് അയാൾ 105 രൂപയ്ക്കാണ് ആ സാധനം വിറ്റത്. അതായത് പറയുമ്പം അയാൾ 5 രൂപ ഇളവ് ചെയ്ത് കൊടുത്തു. പക്ഷേ 100 രൂപ വിലയുള്ള സാധനം അയാൾ 105 രൂപയ്ക്കാണ് വിറ്റത് എന്ന് വെച്ചാൽ അവിടെ ഗെയിൻ തന്നെയാണ്. ക്ലിയർ ആണോ? അതായത് യഥാർത്ഥ വില അത് കോസ്റ്റ് പ്രൈസ്, ദെൻ അതിനെ കൂട്ടിയിടുക അതാണ് മാർക്ക്ഡ് പ്രൈസ്. അതായത് യഥാർത്ഥ വിലയിൽ നിന്ന് ശതമാനം കൂട്ടിയിട്ടു, മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ ലിസ്റ്റ് പ്രൈസ് എന്ന് പറയും. ദെൻ അങ്ങനെ മാർക്ക് പ്രൈസ് കിട്ടിയതിന് എന്ത് കൊടുക്കും? അതിനാണ് അവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് കോസ്റ്റ് പ്രൈസ്, ഇത് മാർക്ക്ഡ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ പ്രോഫിറ്റും ലോസും പറയുമ്പം കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കൗണ്ട് പറയുന്ന കേസിൽ എവിടെയാണ് നമ്മൾ മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആണ് എടുക്കേണ്ടത്. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എത്ര? ഇവിടെ എത്ര ഡിസ്കൗണ്ട്? 5 രൂപ. 110 രൂപ കൂട്ടിയിട്ട സാധനം 105 രൂപയ്ക്ക് കൊടുത്തു, 5 രൂപ ഡിസ്കൗണ്ട് അല്ലെ. അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് മാർക്ക്ഡ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് മാർക്ക്ഡ് പ്രൈസ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് പെർസെൻറ്റും ലോസ് പെർസെൻറ്റും ആണെങ്കിൽ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, ലോസ് പെർസെൻറ്റ് ആണെങ്കിൽ ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് പെർസെന്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് മാർക്ക് പ്രൈസ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. ഈ ഇക്വേഷനും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഗെയിനോ ലോസോ പറഞ്ഞാൽ അവിടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ എടുക്കുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സെല്ലിംഗ് പ്രൈസും മാർക്ക് പ്രൈസുമാണ് എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ഈ ഒരു കൺസെപ്റ്റിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചേ. എ ട്രേഡർ മാർക്ക് ഹിസ് ഗുഡ് അറ്റ് 40% above the cost price and allows a discount of 25%. What is his gain percent അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റ്? അപ്പോൾ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഉള്ളിടത്തൊക്കെ നമുക്ക് എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നതിന് പകരം 100 എന്ന് അസ്യൂം ചെയ്താൽ കുറച്ചും കൂടി എളുപ്പം നമുക്ക് ചെയ്യാം. കോസ്റ്റ് പ്രൈസ് ഞാൻ 100 എന്ന് അസ്യൂം ചെയ്തു എങ്കിൽ 40% എബോവ് മാർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത് അല്ലേ. 40% എബോവ് ആണ് ആ ഒരാൾ ആ വില മാർക്ക് ചെയ്തിട്ടത് എന്ന് പറയുമ്പോൾ 40% കൂട്ടിയിട്ടു, ഇൻക്രീസ് ചെയ്തിട്ടു എന്ന് പറഞ്ഞാൽ എന്താ? 100ന്റെ 40% പറഞ്ഞാൽ 40, അതും കൂടെ കൂട്ടി, അതായത് 140 രൂപയായി. ഇനി എന്താ ചെയ്തത്? ആ വിലയ്ക്ക് അതായത് ആ മാർക്ക് പ്രൈസിന് ഹി അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 25%. എന്നിട്ട് 25% അയാൾ കുറച്ചു കൊടുത്തു, ഡിക്രീസ് ചെയ്തു അല്ലെ. അതായത് 140ൽ നിന്ന് 25% ഓഫ് 140 അയാൾ കുറച്ചു, ഡിസ്കൗണ്ട് ചെയ്തു അല്ലെ. അതൊന്ന് കണ്ടുപിടിച്ചേ. 140 മൈനസ് 1/4 ഓഫ് 140, ദറ്റ് ഈസ് 140 മൈനസ് 35, 105 എന്ന് കിട്ടി അല്ലേ. 105 അതായത് 140 റുപ്പീസ് മാർക്ക് ചെയ്ത അല്ല മാർക്ക് പ്രൈസ് ഉള്ള സാധനത്തിന് 25% ഡിസ്കൗണ്ട് കൊടുത്ത് 105 റുപ്പീസിന് വിറ്റു. ഇനി ഗെയിൻ കാണാൻ, ഗെയിൻ പെർസെന്റ് ഞാൻ പറഞ്ഞു. ഗെയിൻ പെർസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വാല്യൂസാണ് നോക്കേണ്ടത്? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നോക്കുക. 100 രൂപ വിലയുള്ള സാധനം 105 രൂപയ്ക്ക് കൊടുത്തു എന്ന് വെച്ചാൽ എത്ര ഗെയിൻ? 5% ഗെയിൻ അല്ലേ. 100 രൂപയുള്ള സാധനം, അതായത് ഇവിടെ 100 ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങ് പറയുന്നത്. 100 അല്ല, വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ നമ്മൾ ഗെയിൻ പെർസെൻറ്റേജിന്റെ ഇക്വേഷനിലിട്ട് നോക്കണം. ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ അല്ല? അതായത് 100 എന്നോ അല്ലെങ്കിൽ നിങ്ങൾ 100 അല്ലാതെ വല്ല എക്സ് എന്നോ ഒക്കെ എടുത്തെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം. എന്താ? 105 മൈനസ് 100 ബൈ 100 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? 5%. 100 എടുക്കുന്നത് നമ്മളത് പെട്ടെന്ന് പറയാൻ വേണ്ടിയില്ല. 100 ആണെങ്കിൽ 105 ആയാൽ 5% ഗെയിൻ, 115 ആണെങ്കിൽ 15% ഗെയിൻ. ഇനി ഇവിടെ ഒരു 90 ആണ് വന്നെങ്കിലോ 10% ലോസ് അല്ലെ, കുറയുവാണ് ചെയ്തത്, 10% ലോസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ 5% ഗെയിൻ, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മർച്ചന്റ് മാർക്ക് ഹിസ് ഗുഡ് 40% above the cost price and allows a customer some discount and still makes a profit of 12%. 100 റുപ്പീസ് കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സാധനം നമ്മൾ അസ്യൂം ചെയ്യുവാണ് കോസ്റ്റ് പ്രൈസ് 100. അയാൾ 40% എബോവ് അതിനെ മാർക്ക് ചെയ്തു അല്ലെ. 40% കൂട്ടിയിട്ടു. അപ്പൊ എത്രയായി? 140 ആയി. പിന്നെ അയാൾ എന്തോ ഒരു ഡിസ്കൗണ്ടും കൂടെ കൊടുത്തു. അപ്പൊ ഇത് കോസ്റ്റ് പ്രൈസ്, ഇത് മാർക്ക് പ്രൈസ്, ഡിസ്കൗണ്ടും കൂടെ കൊടുത്തിട്ടാണ് അത് വിൽക്കുന്നത്.
ആൻഡ് സ്റ്റിൽ മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 12%. 12% പ്രോഫിറ്റ് കിട്ടി. അതായത് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. 100 രൂപ വിലയുള്ള സാധനം 12% പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിരിക്കുക? 100 രൂപ വിലയുള്ള സാധനം 12% പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം 112 രൂപയ്ക്കാണ് വിറ്റത് എന്നല്ലേ? 112 റുപ്പീസ്. നമ്മൾ 100 എന്നാണ് ഇവിടെ എടുത്തത്. എക്സ് എഴുതുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് വാല്യൂ എടുക്കുന്നു അതിനനുസരിച്ച് ഇവിടെ നമ്മൾ എഴുതും അല്ലെ. 100 എടുത്തു, 40% അബവ് എടുത്തു, 140 എടുത്തു, എന്തോ ഒരു ഡിസ്കൗണ്ട് അവർ കൊടുത്തു, എന്നാലും 12% പ്രോഫിറ്റ് കിട്ടി എന്ന് വെച്ചാൽ 100 രൂപ വിലയുള്ള സാധനം 12% പ്രോഫിറ്റ് കിട്ടി എന്ന് വെച്ചാൽ 112 റുപ്പീസിനാണ് അയാൾ വിറ്റത് എന്നർത്ഥം. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. ഓക്കെ, ഫൈൻഡ് ഡിസ്കൗണ്ട്. ഇവിടെ ആ കൊടുത്ത ഡിസ്കൗണ്ടിന്റെ ശതമാനമാണ് ചോദിക്കുന്നത് ചോദ്യം. ഓക്കെ, ചെയ്തേ. എന്താണ്? അപ്പം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും വേണം അല്ലേ. ദാറ്റ് ഈസ് മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ക്ലിയർ അല്ലേ? മാർക്ക് പ്രൈസ് എത്രയാണ്? 140. 140 മൈനസ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 112. 112 ബൈ ഇവിടെ മാർക്ക് പ്രൈസ് ആണേ. മാർക്ക് പ്രൈസ് 140 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ഡിസ്കൗണ്ട് പെർസെന്റ് മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. സോൾവ് ചെയ്തേ. 140 മൈനസ് 112 8 28. 28 ബൈ 140 ഇൻറ്റു 100. 0 കട്ട് ചെയ്തു. 14 ഇൻറ്റു 2 ആണ് അല്ലേ. ദാറ്റ് ഈസ് 20%. 20% ആണ് ഡിസ്കൗണ്ട് വന്നേക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ലോസും പ്രോഫിറ്റും ആകുമ്പോൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആണ്. ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് മാർക്ക് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആണ് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെ ഓരോ ടോപ്പിക്കും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ആ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാം എഴുതി വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അടുത്ത ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സമയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട്, അതായത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കറക്റ്റ് സിലബസ് ഫുള്ള് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാം നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ 6 മന്ത്സിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ബോട്ട് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ 9778826292. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.